നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സി ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു കാണുന്നു. എത്തരത്തിലാണ് പശ്ചിമേഷ്യൻ സംഘർഷം നമ്മുടെ വീടുകളെ പോലും ബാധിച്ചത്, നമ്മുടെ അടുക്കളയിൽ പോലും എത്തിയതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഏവരും ചോദിക്കുന്ന, ഏവരും സംശയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ സംഘർഷം ഉടലെടുത്തത്? ഇത് കേവലം 1-2 മാസം കൊണ്ടോ കേവലം 1-2 വർഷം കൊണ്ടോ ഉണ്ടായതല്ല. അതിന് പിന്നിൽ വലിയൊരു കഥ തന്നെയുണ്ട്, വലിയൊരു ചരിത്രം തന്നെയുണ്ട്. അതേക്കുറിച്ച് വളരെ വിശദമായി ഇത്തവണ സി ടോക്കിൽ സംസാരിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നു പ്രൊഫസർ ഡോക്ടർ കെ ജയപ്രസാദ്. നമസ്കാരം സാർ. നമസ്തേ. ഇപ്പോൾ സാർ, നിലവിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഇസ്രയേലും അതുപോലെ തന്നെ പലസ്തീനുമായിട്ടുള്ള സംഘർഷങ്ങളെക്കുറിച്ച് പറയുന്നു, ഹമാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നു. അതിനുശേഷം മറ്റൊരു തലത്തിലേക്ക് ഇറാനും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ പലതരം സംഭവവികാസങ്ങൾ കഴിഞ്ഞ ഒരു വർഷങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, യഥാർത്ഥ കാരണം എന്തെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊന്നും തന്നെയല്ലല്ലോ, ഇന്ന് കാണുന്ന ഒരു സാഹചര്യങ്ങളൊന്നും തന്നെയല്ലല്ലോ. അതിന് മറ്റൊരു മാനം കൂടിയില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവെന്ന് പറയാൻ കഴിയുന്നത്? നമ്മൾ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ ഇന്നലെ മുതലുള്ള ദിവസങ്ങളുണ്ടായ ചില ഡെവലപ്മെൻറ്റ് പറഞ്ഞിട്ട് നമുക്ക് ചരിത്രത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠാകുലരാകുന്നത് പശ്ചിമേഷ്യയിലെ വിശേഷം GCC 6 GCC രാജ്യങ്ങളിൽ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഇറാനിൽ നിന്നുള്ള ആക്രമണം ഇപ്പം നേരിട്ട് അനുഭവിക്കുന്നത് ഈ മേഖലയിലാണ്. വിശേഷം കഴിഞ്ഞ ദിവസം കുവൈറ്റ് ആണെങ്കിലും ഒമാൻ ആണെങ്കിലും അതുപോലെ ബഹ്റിൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, UAE, അതിൽ ഏതാണ്ട് 95 ലക്ഷം ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. മലയാളികളിൽ ഏതാണ്ട് 28 ലക്ഷത്തോളം മലയാളികളാണ്. അപ്പം നമ്മളുടെ ഓരോ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം കൂടെയാണ്. അപ്പോൾ അതിൽ ഈ കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ തീവ്രവാദ ആക്രമണം. ഏതാണ്ട് 1300ഓളം പേര് ഇസ്രയേലിൽ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്നു. 300ഓളം പേരെ അവർ അഭയാർത്ഥികൾ ബന്ദികളാക്കി മാറ്റുന്നു. അപ്പം അതിനെ തുടർന്നുണ്ടായ യുദ്ധം അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഹമാസ് ഇസ്രയേൽ യുദ്ധം എക്സ്റ്റെൻഡ് ചെയ്ത് ലെബനനിലേക്ക്, ഹിസ്ബുള്ളയിലേക്കും, യമനിലെ ഹൂതിയിലേക്കും, പിന്നീട് അത് ഇറാനിലേക്കും വ്യാപിച്ചു. ഈ സമയത്താണ് 2025 അമേരിക്ക ഇടപെടുന്നു. അമേരിക്കയുടെ 2025 ജൂണിൽ അമേരിക്കയും ഇറാനിലെ ബോംബിംഗ് നടക്കുന്നു. പിന്നീട് സീസ് ഫയർ ഉണ്ടായി. പക്ഷേ വീണ്ടും 2026 ഫെബ്രുവരി 28 വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ അവിടെ അമേരിക്ക പ്രധാന ആക്ടറായിട്ട് പെട്ടെന്ന് വരികയാണ്. അമേരിക്ക ആൾറെഡി ഈ മേഖലയിൽ അമേരിക്കയുടെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലോകം പ്രതീക്ഷിച്ച തരത്തിൽ 2-3 ചർച്ചകളാണ്. അതിൽ പ്രധാനമായിട്ടും ലെബനനിലെ ഇസ്രയേലിൻ്റെ ലെബനനീസ് ആക്രമണം, അല്ലെങ്കിൽ അവിടെ ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷത്തിന് സീസ് ഫയർ, ഒരു വെടിനിർത്തൽ കരാറുണ്ടാകുക എന്നുള്ള ചർച്ച നടന്നു. അതിന് സമാന്തരമായിട്ട് അത് പരാജയപ്പെടുകയുണ്ടായി. സമാന്തരമായിട്ട് ഇറാനും USA തമ്മിലുള്ള ചർച്ച, അത് പാകിസ്ഥാനെ മീഡിയേറ്ററാക്കി അമേരിക്ക തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നത് പരാജയപ്പെട്ടു. അപ്പം ഫൈനൽ റൗണ്ട് ചർച്ചയും ഏതാണ്ട് പരാജയപ്പെട്ടു. കാരണം ഇറാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കേണ്ട അവർ ഈ നെഗോഷിയേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറുന്നു എന്നുള്ളതാണ്. കാരണം അമേരിക്ക മുന്നിൽ വയ്ക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാൻ ഇറാൻ ഒരു ഭാഗത്ത് തയ്യാറല്ല. അതായത് അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ടോട്ടലി അവോയ്ഡ് ചെയ്യണം. മറ്റൊന്ന്, ഇപ്പോൾ സമ്പുഷ്ടീകരണം നടന്ന യുറേനിയം കൈമാറണം എന്നുള്ളത്. മറ്റൊന്ന്, ഇറാൻ ഇത് അവരെന്തായാലും തയ്യാറല്ല. മറ്റൊന്ന്, സാങ്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നീക്കുപോക്കുകൾക്ക് അമേരിക്കയും തയ്യാറാണ്. അപ്പം ഇതിന് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റു ചില ഡിമാൻഡ്സ് ഉണ്ട്. അതായത് ഈ മേഖലയിലെ എല്ലാ തരത്തിലുമുള്ള സീസ് ഫയർ ഉണ്ടാവണം. അതായത് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം, നിലവിലുണ്ടാകുന്ന ഈ സംഘർഷത്തിലും ഒത്തീർപ്പുണ്ടാകണം, വെടിനിർത്തലുണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ അതിൽ അമേരിക്കയ്ക്ക് ഒരു തരത്തിലും അതിന് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല. കാരണം ഇസ്രയേലിൻ്റെ സുരക്ഷ, സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അത് ഐക്യരാഷ്ട്ര സംഘടനയിൽ നമ്മുടെ ലോകം മുഴുവൻ അംഗീകരിച്ചൊരു നിയമമാണ്. അപ്പോൾ ഇസ്രയേൽ നാളെ ഹൂതികൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരായിട്ട്, ഹമാസിനെതിരായിട്ട് ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് കൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അപ്പോൾ ആ തരത്തിൽ അപ്പോൾ ഇറാന് ഹിസ്ബുള്ള യുദ്ധം ചെയ്യുന്നത് ഇറാന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം ഒരു സമാധാന ചർച്ചയ്ക്ക്, അതായത് ലെബനനിലെയും അല്ലെങ്കിൽ ഗാസയിലുമൊക്കെ സമാധാനമുണ്ടാകാതെ അമേരിക്കയുമായിട്ടൊരു ഉടമ്പടിക്ക് ഇറാൻ തയ്യാറല്ല എന്ന് ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് ഫലത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക്
പശ്ചിമേഷ്യ മാറും എന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഒരു ഭാഗത്ത് ഇറാനും മറുഭാഗത്ത് ഇസ്രയേലും നടത്തുന്നുണ്ട് കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട്. അതിൽ അമേരിക്കയുടെ ഇടപെടലുകൾ ഇതിനകത്ത് വന്ന് പ്രധാനമായിട്ട് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഫോക്കസ് ചെയ്തത്. അതായത് അമേരിക്കയുടെ ഉപരോധവും ഹോർമൂസിനെ അല്ലെങ്കിൽ ഇറാന് ആ തരത്തിൽ അവിടെ ചുങ്കം പിരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇറാൻ്റെ കൺട്രോളിലാകുക എന്നുള്ളത് അമേരിക്ക അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല GCC രാജ്യങ്ങൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരമൊരു ഏകപക്ഷീയമായ ഒരു തീരുമാനം ഇറാൻ്റെ ഭാഗത്തുണ്ടായത് ഒരു പ്രധാന സംഘർഷ ഭൂമിയാക്കി മാറ്റി. അത് ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ഇറാൻ US സംഘർഷത്തെ നമ്മൾ കേവലം ഈ ഹോർമൂസിൻ്റെ വിഷയത്തിൽ നമുക്ക് ഒതുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചരിത്രത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ കേരളത്തിലെ ചർച്ചകളൊക്കെ നമ്മൾ യുദ്ധ സമയത്തുണ്ടാകുന്ന ക്രൂരതകൾ, കുട്ടികളെ കൊല്ലുക, അല്ലെങ്കിൽ സ്ത്രീകളും കുട്ടികളും ബലിയാടാകുന്ന ആ തരത്തിലുള്ള ഒരുപാട് സിവിലിയൻ ആക്രമണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും ഇതൊരു ശാശ്വതമായ പരിഹാരം, സമാധാനം ഈ മേഖലയിൽ വേണം എന്നുള്ളതിനെ കുറിച്ചുമുള്ള ചർച്ചയും കൂടെ ഉണ്ടാവണം. കാരണം ഈ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ ഒരു അറബ് വേൾഡിൽ 1-ാം ലോകമഹായുദ്ധം വരെ, അല്ലെങ്കിൽ അതുവരെ ഈ എൻ്റയർ അറബ് വേൾഡ് എന്ന ഒരു ടർക്കിയുടെ ഒട്ടോമൻ എംപയറിൻ്റെ കീഴിലാണ്. അപ്പോൾ 1-ാം ലോകമഹായുദ്ധത്തിൽ ഒട്ടോമൻ എംപയർ പരാജയപ്പെടുമ്പോഴത്തേക്കും ഒട്ടോമൻ എംപയറിൻ്റെ ഇന്നത്തെ തുർക്കിയിലേക്ക് ഒതുക്കിയിട്ട് ബാക്കി പ്രദേശങ്ങളെ സ്വതന്ത്രമാക്കി. അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസുമൊക്കെ ചേർന്ന് ബഹുഭൂരിപക്ഷം ഇന്ന് നമ്മൾ കാണുന്ന പശ്ചിമേഷ്യ രാജ്യങ്ങൾ, അങ്ങനെ സ്വതന്ത്ര രാജ്യങ്ങളുണ്ടാകുന്നത് 1919 ശേഷമാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വരികയും പാലസ്റ്റീൻ എന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻസിൻ്റെ കീഴിൽ ഒരു മാൻഡേറ്റ് ടെറിട്ടറി ആയിട്ട് പാലസ്റ്റീൻ മാറുകയുണ്ടായി. അപ്പം പാലസ്റ്റീൻ എന്നുള്ള പ്രദേശം, അപ്പം ലെബനൻ ഫ്രാൻസിൻ്റെ കീഴിലായിരുന്നു, ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു പാലസ്റ്റീൻ. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് സിയോണിസ്റ്റ് മൂവ്മെൻറ്റ് 1898 തുടക്കം കുറിക്കുന്നത്. അപ്പം തിയോഡോർ ഹെർട്സൽ എന്ന് പറയുന്ന അതിൻ്റെ നേതാവ്. അപ്പോൾ ആ മൂവ്മെൻറ്റ് ഈ അവരുടെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിൽ പറയുന്ന വാഗ്ദത്ത ഭൂമിയായ ഈ പാലസ്റ്റീനിൽ തന്നെ ജൂതരാജ്യം വേണമെന്നൊരു ഡിമാൻഡുമായിട്ട് ഈ കാലഘട്ടത്തിൽ വന്നിരുന്നു. അതിനുള്ള ഇനിഷ്യേറ്റീവ്സ് അവർ തുടർന്നിരുന്നു. പക്ഷേ അതിന് ലോകത്തിൻ്റെ പിന്തുണ കാര്യമായി ലഭിച്ചില്ലെങ്കിലും ക്രമേണ ലോകമെമ്പാടുമുള്ള ജൂതന്മാർ പാലസ്റ്റീനിലേക്ക് കുടിയേറാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതിനിടയിൽ അത് ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശമായി മാറിയതോടെ ഈ ജൂത കുടിയേറ്റത്തിന് ആക്കം കൂടുകയുണ്ടായി. അപ്പം അതിനെ തുടർന്ന് പിൽക്കാലത്ത് ജൂതന്മാർക്കെതിരായിട്ട് ഹിറ്റ്ലർ ഹോളോകോസ്റ്റ് ഉൾപ്പെടെ അതിക്രൂരമായിട്ട് നടപടികൾ, അതായത് 60 ലക്ഷത്തോളം ജൂതരെയാണ് കൊന്നൊടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജൂത അഭയാർത്ഥികളിൽ ഒരു രാജ്യം വേണമെന്നൊരു ഡിമാൻഡ് ലോകം മുഴുവനും ഉണ്ടായി. അപ്പം അതുവരെ ഉണ്ടായിരുന്ന സിയോണിസ്റ്റ് മൂവ്മെൻറ്റിന് ഒരു മാതൃരാജ്യം ഉണ്ടാകണം, കാരണം ഇവർ ലോകം മുഴുവൻ അഭയാർത്ഥികളായി കഴിയുന്ന ഒരു ജനസമൂഹത്തിന് ഒരു രാജ്യം വേണം എന്നുള്ള ഡിമാൻഡ് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ അഭയാർത്ഥികളായ ഒരുപാട് പേര് പാലസ്റ്റീനിലേക്ക് കുടിയേറാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ 2-ാം ലോകമഹായുദ്ധം കഴിയുമ്പോഴത്തേക്കും ഐക്യരാഷ്ട്ര സംഘടന തന്നെ പാലസ്റ്റീനെ എന്ന പ്രദേശത്തെ 2 രാജ്യമാക്കി മാറ്റാൻ, അത് അന്ന് ബ്രിട്ടൻ്റെ കയ്യിൽ മാൻഡേറ്റ് ടെറിട്ടറി ആയിട്ട് ബ്രിട്ടീഷ് അധീനതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. പിന്നീട് UNO നിലവിൽ വരികയുണ്ടായി. അപ്പം മാൻഡേറ്റ് ടെറിട്ടറിയിൽ നിന്ന് പിന്നീട് ട്രസ്റ്റ് ടെറിട്ടറി ആയിട്ട് മാറുമായിരുന്നു. പക്ഷേ ഈ സമയത്താണ് ഐക്യരാഷ്ട്ര സംഘടന 47 പാലസ്റ്റീനെ ഡിവൈഡ് ചെയ്ത് 2 രാഷ്ട്രങ്ങളെ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പം 48 അതിന് ഐക്യരാഷ്ട്ര സംഘടന ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അന്ന് നമുക്കറിയാം 1947 ഡിവൈഡ് ചെയ്തൊരു രാജ്യമാണ് ഇന്നത്തെ ഇന്ത്യ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ രൂപം കൊണ്ടെങ്കിലും നമ്മുടെ ജനങ്ങളും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടായി. ഒരുപാട് അഭയാർത്ഥികളും ലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെട്ട അത്തരമൊരു ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ ഒരു സംഭവമായിരുന്നു ഇന്ത്യയുടെ പാർട്ടീഷൻ. എന്നാൽ പോലും നമ്മുടെ ജനങ്ങൾ ആ പാർട്ടീഷൻ അംഗീകരിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ഒരു മൂവ്മെൻറ്റും, ഒരു ഹിന്ദു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോ പാകിസ്ഥാൻ ഈ ഭൂമുഖത്ത് പാടില്ല എന്നൊരു നിലപാടെടുത്തില്ല. എന്നാൽ പാലസ്റ്റീനിൻ്റെ വിഷയത്തിൽ വന്നപ്പോഴത്തേക്കും അറബ് വിഭാഗങ്ങൾക്ക് കൊടുത്ത പാലസ്റ്റീൻ രാജ്യം
നിലവിൽ വരുന്നത് അതിനെ വിഭജിക്കുന്ന ഒരു പാലസ്തീൻ രാജ്യം അംഗീകരിക്കാൻ അറബ് ലോകം തയ്യാറായില്ല. എന്നാൽ ജൂതരാജ്യം നിലവിൽ വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജൂതരാജ്യം രൂപീകരിക്കുന്ന ദിവസം തന്നെ ജൂതന്മാർക്കെതിരായ സംയുക്ത അറബ് സേനയുടെ ആക്രമണവും തുടങ്ങി. ഫസ്റ്റ് അറബ് ഇസ്രയേൽ വാർ 1948 തുടക്കം കുറിക്കുന്നത്. അതെ. അപ്പോൾ ദ്വിരാഷ്ട്രവാദം അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇന്ത്യയും അന്ന് പാലസ്തീനിൽ ദ്വിരാഷ്ട്രവാദം അംഗീകരിച്ചിരുന്നില്ല. നമ്മളെ ഇന്ത്യയിലെ നേതൃത്വം പാകിസ്ഥാൻ രൂപീകരണത്തെ പിന്തുണച്ച നെഹ്റുവിൻ്റെ നേതൃത്വം തന്നെ ഇസ്രയേലിൻ്റെ രൂപീകരണത്തെ എതിർക്കേണ്ടായി. കാരണം ഏക പാലസ്തീൻ മതി എന്നുള്ളൊരു നിലപാടായിരുന്നു ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്വീകരിച്ചത് ആ സമയത്ത്. പക്ഷേ അത് മുന്നോട്ട് പോയ ആ യുദ്ധത്തിൽ അറബികൾ പരാജയപ്പെടുകയും അത് ഈജിപ്റ്റ്, ജോർഡാൻ, സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവർ പരാജയപ്പെട്ട് ഇസ്രായേൽ ആദ്യത്തെ അറബ് വേൾഡ് തന്നെ യുദ്ധത്തിൽ തന്നെ വിജയിച്ചു. പിന്നീട് 1956 ഈജിപ്റ്റുമായിട്ട് ഇസ്രായേലിൽ യുദ്ധമുണ്ടായി, സൂയസ് ക്രൈസിസ് സമയത്ത്. പിന്നീട് അതിനുശേഷം 1967 1973 ഒക്കെ വൻപിച്ച യുദ്ധം അറബ് ഇസ്രായേൽ വാർ നടക്കും. അതിലും കൗതുകകരമായിട്ടുള്ള കാര്യം അമേരിക്ക തന്നെയാണല്ലോ ആദ്യമായി ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചത്. അതെ, അമേരിക്ക മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളും അംഗീകരിക്കേണ്ടത്. ഇന്നിപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിലെ 193 163 രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 58 അംഗങ്ങളിലുള്ള ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രി OIC പെട്ട രാജ്യങ്ങളിൽ ഏതാണ്ട് 6 രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലിന് ഈ നയതന്ത്ര ബന്ധമുള്ളൂ. പക്ഷേ മറ്റു ചില രാജ്യങ്ങൾ ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്തെങ്കിൽ അവരുമായിട്ട് യാതൊരു തരത്തിലുമുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ ഇന്നും ഇസ്രായേലിൻ്റെ എൻറ്റിറ്റിയെ ഇസ്ലാമിക ലോകം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നും അതുകൊണ്ട് ഇസ്ലാമിക ലോകത്തിൽ അവരുടെ പല പ്രസ്ഥാനങ്ങളുടെയും ഡിമാൻഡ് എന്ന് പറയുന്നത് പാലസ്തീൻ പ്രദേശത്തിൽ നിന്ന് ഇസ്രായേൽ ഒഴിഞ്ഞു പോകണം, ഇസ്രായേൽ എന്ന രാജ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ സംഘർഷം. നമ്മൾ ഈ 2026 നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രായോഗിക സമീപനത്തിലേക്ക് മാറാൻ അറബി ലോകം തയ്യാറായിട്ടില്ല. പക്ഷേ അത്തരം ഒരു ഡിമാൻഡിന് കീഴടങ്ങാൻ ഇസ്രായേലും തയ്യാറല്ല. അപ്പോൾ ഇതിനിടയിൽ മൂന്നാമതൊരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് അമേരിക്ക ഇതിൽ വ്യത്യസ്തമായ റോളുകൾ എല്ലാ കാലഘട്ടത്തിലും എടുത്തിരുന്നു. അറബി ലോകത്തിൻ്റെയും രക്ഷകനായിട്ടൊരു ഭാഗത്ത് വരും, ഇസ്രായേലിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പം ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് വളരെ ക്ലോസ് റിലേഷനുള്ള രാജ്യമായിരുന്നു. 79 അവിടെ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുന്നത് വരെ. അപ്പോൾ 79 ശേഷമാണ് നമ്മൾ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നത്. അപ്പം അത് ഈ അറബി ലോകത്തിന് വിഭിന്നമായ ഒരു സംസ്കാരവും ജനതയുമാണ് ഇറാനിലുള്ളത്. പേർഷ്യൻ വംശജരാണ്. പക്ഷെ എന്നാൽ പോലും ഈ ഇറാൻ വിഷയത്തിൽ വളരെ അഗ്രസീവായ നിലപാടെടുക്കുന്നൊരു സമീപനമായിരുന്നു ഇറാനിലെ മത നേതൃത്വം IRGCയുടെ നേതൃത്വത്തിലുള്ള അവരുടെ, അതായത് നമ്മൾ പറഞ്ഞ ഖമേനിയുടെ ഭരണകൂടം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കും ഇസ്രായേൽ പാലസ്തീൻ വിഷയങ്ങളും പുതിയ തലത്തിലേക്ക് മാറി 1979 ഇസ്ലാമിക റവല്യൂഷന് ശേഷം, അതായത് ഇറാനിലെ ഇസ്ലാമിക റവല്യൂഷന് ശേഷം. അപ്പം അങ്ങനെയാണ് ഈ വിഷയത്തിന് പുതിയൊരു മാനം വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദശകങ്ങളിലെ ഇസ്രായേൽ അറബ് സംഘർഷം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുന്നത് ഇസ്രായേലും ഹമാസും, ഇസ്രായേലും ഹൂതികളും, ഇസ്രായേലും ഹിസ്ബുള്ളയും ലെബനനുമായിട്ടും ഈ സംഘർഷങ്ങളാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള 3 നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ്. അതായത് യമൻ ബേസ് ചെയ്തിട്ടുള്ള ഹൂതികളും, ലെബനൻ ബേസ് ചെയ്തിട്ടുള്ള ഹിസ്ബുള്ളയും, ഗാസ ബേസ് ചെയ്തിട്ടുള്ള ഹമാസ്. അപ്പം ഈ നമ്മളിപ്പോൾ ഒരു പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ച എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ചർച്ച കൊണ്ട് മാത്രം സമാധാന ഉടമ്പടിയിലെത്താൻ കഴിയില്ല. അവിടെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സുമുണ്ട്. അപ്പോൾ ഇവിടെ അറബി ലോകം 1979 കഴിയുമ്പോഴത്തേക്കും ഡിവൈഡഡായി. അതിന് പ്രധാന കാരണം 1978 ക്യാമ്പ് ഡേവിഡ് എഗ്രിമെൻറ്റ്, അതായത് 1973 ഏറ്റവും ശക്തമായിട്ട് അറബ് ഇസ്രായേൽ വാറിന് ശേഷം ഒരു പുനർവിചിന്തനം ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, പിൽക്കാലത്ത് ജോർഡാൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അങ്ങനെ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ കൈകോർക്കുകയും സമാധാന ഉടമ്പടിയിലെത്തുകയും നയതന്ത്ര ബന്ധം ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്ത് അറബി ലോകം ഈജിപ്തിനെ OICയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി, അറബ് ലീഗിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. പക്ഷേ എന്നാലും ആദ്യമായിട്ട് ഇസ്രായേലുമായിട്ടൊരു നയതന്ത്ര ബന്ധം തുടങ്ങി. ഇസ്രായേലിൻ്റെ അയൽ രാജ്യമായ ഈജിപ്റ്റ് സമാധാനപരമായ ജീവിതം അന്നു മുതൽ തുടർന്നു പോവുകയാണ്. അപ്പോൾ അന്നത്തെ ഇസ്രായേലിയൻ പ്രസിഡൻറ്റിനും പ്രധാനമന്ത്രിക്കും
ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റിനും സമാധാന നോബൽ സമ്മാനം കിട്ടി. പക്ഷേ ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റ് പിന്നെ തീവ്രവാദികൾ കൊല്ലപ്പെടുകയുണ്ടായി. അന്ന് പക്ഷേ PLO അത് അംഗീകരിച്ചിരുന്നില്ല. PLO ഈ ഇസ്രയേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ച അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്ത ഈജിപ്തിൻ്റെ നടപടിയെ വഞ്ചനാപരമായ നിലപാടായിട്ട് കണ്ട് തള്ളിക്കളയുക ചെയ്തത്. പക്ഷേ എന്നാലും 1993 PLO ഇസ്രയേലിനെ അംഗീകരിക്കുന്ന തരത്തിൽ മാറുകയും ഓസ്ലോ കരാറിലൂടെ ഒപ്പുവെക്കുകയും ചെയ്തു. അങ്ങനെ PLOയും അംഗീകരിച്ചു. പിന്നെ പിൽക്കാലത്തിനിടയിൽ 94 ജോർഡാനും അതുപോലെ മൊറാക്കോ, പിന്നെ 2020 UAE, ബഹ്റിൻ, മൊറാക്കോ തുടങ്ങിയ രാജ്യങ്ങളും നയതന്ത്ര ബന്ധം തുടങ്ങുന്നുണ്ട്. പക്ഷെ ഫലത്തിൽ അറബി ലോകം ഇന്ന് ഡിവൈഡഡ് ആണ് ഇസ്രയേൽ വിഷയത്തിൽ. പക്ഷേ ഇതിൽ അഗ്രസീവായിട്ടുള്ള ആൻറ്റി ഇസ്രയേൽ പോളിസി എടുക്കുന്നത് ഇറാനും ഇറാൻ്റെ പ്രോക്സികളുമാണ്. വിശേഷിച്ചും ഉദാഹരണത്തിന് ഹൂതികളുടെ മുദ്രാവാക്യം തന്നെ, അവരുടെ മോട്ടോ എന്ന് പറയുന്നത് തന്നെയാണ് ഡെത്ത് ഓഫ് USA, ഡെത്ത് ഓഫ് ഇസ്രയേൽ. അതുപോലെ ജൂതന്മാരെ ലോകം മുഴുവൻ ജൂത സമൂഹത്തെ അനിഹിലേറ്റ് ചെയ്യുക. സെയിം സ്ലോഗൻ തന്നെയാണ്, മോട്ടോ തന്നെയാണ് ഹിസ്ബുള്ളയുടെ മോട്ടോ പ്രധാനമായിട്ട് ഡെത്ത് ഓഫ് USA ആൻഡ് ഡെത്ത് ഓഫ് ഇസ്രയേൽ. അപ്പോൾ നമ്മളൊരു നയതന്ത്ര പരിഹാരം ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അവിടെ നമ്മൾ മ്യൂച്വൽ റെസ്പെക്റ്റ്, മ്യൂച്വൽ റെക്കഗ്നിഷൻ അനിവാര്യമാണ്. അപ്പോൾ ആ തരത്തിൽ വരുമ്പോഴത്തേക്കും ഇസ്രയേൽ എന്നുള്ള ഒരു രാജ്യത്തെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു സമാധാന സമീപനം, അത് 1978 ഈജിപ്റ്റ് സ്വീകരിക്കുകയും 1994 ഓസ്ലോ പീസ് അഗ്രിമെൻറ്റിലൂടെ PLO സ്വീകരിച്ച അതേ പാതയിലൂടെ മുന്നോട്ട് പോകാതെ ഈ മേഖലയിൽ ഒരു സമാധാനം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അവിടെ ഒരു വിഷയം പറഞ്ഞാൽ പാലസ്തീൻ മൂവ്മെൻറ്റ് തന്നെ ഹമാസിൻ്റെ രൂപീകരണത്തോടെ പാലസ്തീനിയൻ മൂവ്മെൻറ്റും ഡിവൈഡഡായി. അതായത് PLO 93 എഗ്രിമെൻറ്റിന് ശേഷം 94 പാലസ്തീനിയൻ അതോറിറ്റി രൂപീകരിക്കാൻ ഇസ്രയേൽ അംഗീകരിച്ചു. അത് ഒരു പരമാധികാര രാജ്യമല്ല, സ്വയംഭരണ പ്രദേശമായിട്ടാണ് നിലവിൽ വന്നത്. പരമാധികാര രാജ്യമാകുന്നതിൻ്റെ ആദ്യ ചുവടുവയ്പ് എന്നുള്ള തലത്തിലായിരുന്നു ആ പാലസ്തീൻ അതോറിറ്റി നിലവിൽ വന്നത്. പക്ഷേ അതിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഹമാസ് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ 2006 കഴിയുമ്പോഴത്തേക്കും ഹമാസ് വളരെ പവർഫുള്ളായിട്ടുള്ള മൂവ്മെൻ്റായിട്ട് ഈ ഗാസ റീജിയനിൽ, അതായത് പാലസ്തീൻ അതോറിറ്റി 2 ഭാഗത്തായിട്ടാണ്, വെസ്റ്റ് ബാങ്കിലും ഗാസയിലും. അപ്പം ഗാസയിൽ ഈ പാലസ്തീൻ അതോറിറ്റിയുടെ അവരുടെ റൂളിംഗ് പാർട്ടിയുടെ പേര് ഫത്ത എന്നുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് ബദലായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്ന് 2007 അധികാരം പിടിച്ചെടുക്കുന്നു. അതേ വർഷം തന്നെ ഇസ്രയേലുമായിട്ട് യുദ്ധവും ആരംഭിക്കുന്നു. അപ്പം ഗാസയിലെ രാഷ്ട്രീയം ഒന്ന്, വെസ്റ്റ് ബാങ്കിലെ രാഷ്ട്രീയം മറ്റൊന്നായിട്ടാണ് ഇന്നും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ തീവ്രവാദ ആക്രമണം യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്കിലെ PLO, പഴയ PLOയുടെ പിൻഗാമികളായിട്ടുള്ള പാലസ്തീൻ അതോറിറ്റിയുടെ പിന്തുണയിലല്ല നടക്കുന്നത്. അവരതിനെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. പക്ഷേ ഇസ്രയേലിൻ്റെ പ്രതികരണം വരുമ്പോഴത്തേക്കും ഇരു കൂട്ടരും ഇരയാകാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇറാൻ്റെ പ്രോക്സികളും എടുക്കുന്ന സമീപനമല്ല മറ്റ് അറബി രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു സമാധാന ചർച്ചയ്ക്ക് അറബി രാജ്യങ്ങളും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ നമ്മൾ കാണുന്നത് അറബി ലോകം ഇന്ന് പാലസ്തീനിയൻ ക്വസ്റ്റ്യനിലും ഡിവൈഡഡ് ആണ്. അപ്പോൾ അതിൽ നമുക്കറിയാം 2019 അമേരിക്കയുടെ ഇനിഷ്യേറ്റീവിൽ, ട്രംപ് തന്നെയാണ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള എബ്രഹാം അക്കോർഡ് എന്നുള്ള തരത്തിൽ, അതായത് നമ്മുടെ സെമറ്റിക് മതങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ജൂത, ഇസ്ലാം, ക്രിസ്ത്യൻ കൂട്ടായ്മ എന്നുള്ളൊരു തിയറിയാണ് അതിൻ്റെ പുറകിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ UAEയും ബഹ്റിനും അതുപോലെ മൊറാക്കോ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധം തുടങ്ങുകയും ചെയ്തു. അപ്പം അത് പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് കൂടുതൽ ആക്കം കൂട്ടുമെന്നൊരു ധാരണ. ഇപ്പം ഞങ്ങളൊക്കെ രാഷ്ട്രമീമാംസാ വിദ്യാർത്ഥികളെന്ന തരത്തിൽ നമ്മൾ ഇത്തരം ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പോൾ ഈ വിഷയം പറയുമായിരുന്നു. ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് പശ്ചിമേഷ്യ കടന്നു വരികയാണ്. അതിൽ നമ്മൾ ക്യാമ്പ് ഡേവിഡ് എഗ്രിമെൻറ്റ് വിചാരിച്ച പോലെ മുന്നോട്ട് വന്നില്ല എങ്കിൽ പോലും പിന്നീട് ഓസ്ലോ പീസ് കരാറും സമാധാനം അവിടെ ഗ്യാരണ്ടി ചെയ്തില്ല. പക്ഷേ എബ്രഹാം അക്കോർഡ് കുറച്ചുകൂടി ഒരു വൈഡറായിട്ടുള്ളൊരു ക്യാൻവാസിൽ അറബി ലോകവും ഇസ്രയേലും പരസ്പരം യോജിച്ചു പോകുന്ന, അതിലൂടെ പാലസ്തീനിയൻ പ്രശ്നത്തിന് മറുപടി ഒരു സമന്വയത്തിലൂടെ
ഒരു പരിഹാരം കാണും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയെ ഇറാനാണ് അട്ടിമറിച്ചത്. അപ്പം ഇതിൽ ഇസ്രയേൽ അറബ് ലോകവുമായി കൂടുതൽ അടുക്കാനുള്ള സാധ്യത വരികയും ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിൽ അബ്രഹാം അക്കോർഡിൽ സൗദി അറേബ്യ പങ്കാളിയല്ലെങ്കിലും ഇൻഫോർമലായിട്ട് സൗദി അറേബ്യയുമായിട്ട് സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ വൻപിച്ച ഭീകരാക്രമണം നടക്കുന്നതും ഇന്ന് നമ്മൾ കാണുന്ന യുദ്ധത്തിൻ്റെ ഈ ഇപ്പോൾ നമ്മൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതായത് പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട ഒരു സൗഹൃദത്തിൻ്റേതായ അല്ലെങ്കിൽ അറബ് ലോകവും ജൂത സമൂഹവും തമ്മിൽ അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം എന്തായാലും 7 പതിറ്റാണ്ട് കഴിഞ്ഞു. ഇനി അത് നമുക്ക് ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു പ്രായോഗിക സമീപനത്തിലേക്ക് അറബ് ലോകം വരുന്നു എന്നൊരു കാഴ്ചപ്പാട് പൊതുവെ നമുക്കൊക്കെ ഉണ്ടായെങ്കിലും അത് പരാജയപ്പെട്ടു. അപ്പോൾ വീണ്ടും ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിന് എതിരായി ഉണ്ടാകുന്ന ഏത് ആക്രമണവും ഇസ്രയേൽ പ്രതികരിക്കുന്ന അൺപ്രൊപ്പോർഷണേറ്റായിട്ടുള്ള പ്രതികരണമായിരിക്കും ഇസ്രയേലിൻ്റെ ഭാഗത്തുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന തരത്തിൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഒക്കെ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹൂതികളാണെങ്കിലും അതായത് ഇറാനിയൻ പ്രോക്സികളായ ഹൂതിയും ഹിസ്ബുള്ളയും ഹമാസും പ്രവർത്തിക്കുന്നത് സിവിലിയൻ കേന്ദ്രങ്ങളിലിരുന്നുണ്ട്. അവർ ഒരു മിലിഷ്യ ആണെങ്കിൽ പോലും പലപ്പോഴും ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ യൂണിഫോം ഇട്ട മിലിഷ്യ ആയിട്ടല്ല ആക്രമിക്കുക. സിവിലിയൻ ആവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അത് ചിലപ്പോൾ ആശുപത്രിയെ മറയാക്കാറുണ്ട്, ആരാധനാലയങ്ങളെ മറയാക്കാറുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മറയാക്കാറുണ്ട്. അവിടെ നിന്നുകൊണ്ട് റോക്കറ്റ് വിടും. അപ്പോൾ അതിനെതിരെ ഇസ്രയേൽ പ്രതികരിക്കുമ്പോൾ 100% കൊല്ലപ്പെടുന്നത് സിവിലിയൻ നിരപരാധായ സ്ത്രീകളും കുട്ടികളും ഒക്കെ. ആ തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഘർഷമാണ് നമ്മൾ പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി തുടരുന്നത്. അത് ഇടയ്ക്ക് ചില ഇടവേളകൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പം ഈ സംഘർഷത്തിലും ഞാൻ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ അത് ഒരു സമാധാനത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ബദലായിട്ട് അത് ഇസ്രയേൽ ഇറാൻ സംഘർഷമായി മാറുകയും അതിൽ അമേരിക്ക കൂടെ പങ്കാളികളാകുകയും പിന്നീട് വെടിനിർത്തൽ വന്നെങ്കിലും അവിടെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിൽ ഇറാൻ്റെ പ്രതികരണം അമേരിക്കയിൽ പോയി ആക്രമിക്കാൻ ഇറാന് കഴിയാത്തതുകൊണ്ട് അമേരിക്കയുടെ സൗഹൃദ രാജ്യമായ മിലിറ്ററി പാക്റ്റുള്ള 6 GCC രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE, ബഹ്റിൻ, കുവൈറ്റ്, ഈ രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഒരു പുതിയ മാനം നൽകി. അപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം നമ്മൾ ഇതുവരെ നടന്ന സംഘർഷങ്ങളെല്ലാം തന്നെ ഇസ്രയേലും പാലസ്തീനിയൻ സപ്പോർട്ടിലുള്ള ഗ്രൂപ്പുകളും തമ്മിലായിരുന്നെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഗൾഫ് മേഖലയിലേക്ക് വരികയുണ്ട്. അതായത് ഈ തിയേറ്റർ ഓഫ് വാർ നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്രയേൽ പാലസ്തീനിയൻ ഭാഗത്ത് നിന്ന് മാറിയിട്ട് ഗൾഫിലേക്ക് മാറുകയുണ്ടായി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം കൂടുതൽ ഈ വിഷയങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ പൗരന്മാരായിട്ട് 95 ലക്ഷം, അതായത് 1 കോടിയോളം ഇന്ത്യക്കാർ അവിടെ താമസിക്കാൻ മാത്രമല്ല നമ്മുടെയായിട്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബന്ധമുള്ളൊരു മേഖലയാണ്. അപ്പം വാണിജ്യ മേഖലയിലാണെങ്കിൽ മറ്റൊരുപാട് ഇന്ത്യൻ സമൂഹവും ആ തരത്തിൽ ഇൻവോൾവാണ്. അപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും ഈ സംഘർഷം മുന്നോട്ട് പോയാൽ. മറ്റൊന്ന്, പശ്ചിമേഷ്യൻ സംഘർഷം ഗൾഫ് മേഖലയിലേക്ക് കടന്നതോടെ അത് ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷയമായി മാറി. കാരണം ഓയിൽ മാർക്കറ്റിൽ, അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കുന്ന തലത്തിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷം മാറി. അതിന് പ്രധാനമായിട്ടും ഇറാൻ സ്വീകരിച്ച സമീപനമാണ്. കാരണം GCC രാജ്യങ്ങൾ അമേരിക്കയുമായി സൈനിക സഖ്യമുണ്ട്. 6 GCC രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളുമുണ്ട്. അപ്പം നേവൽ ബേസ് ഉണ്ട്. അതുപോലെ എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ സമ്പൂർണ്ണമായ സൈനിക സംവിധാനം ഈ മേഖലയിൽ നിലവിലുണ്ടായിരുന്നു. പക്ഷേ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ ഗൾഫ് മേഖലയിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നില്ല. പലപ്പോഴും ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ ഈ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ വളരെ ലിബറലായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യമായിരുന്നു. മീഡിയേറ്റർ റോൾ എടുക്കുക മാത്രമല്ല പലപ്പോഴും സാമ്പത്തിക സഹായം ഖത്തറിൽ നിന്നാണ് തീവ്രവാദ. അതിലിപ്പോൾ നമുക്ക് നേരത്തെ സാറ് പരാമർശിച്ച പോലെ തന്നെ ഇപ്പോൾ അറബ് വിഭാഗം തന്നെ പല തട്ടിൽ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, പലതരത്തിലുള്ള അഭിപ്രായം. അതിൽ ഷിയ സുന്നി ആ ഒരു ഫാക്ടർ കൂടി എടുത്തു പറയേണ്ട ഒരു ഘടകമല്ലേ? അല്ല, ഷിയ സുന്നി ഫാക്ടർ മാത്രം നമുക്ക് മാത്രമല്ല എൻ്റെ വിഷയം. കാരണം ഉദാഹരണത്തിന് ഹമാസ് എന്ന് പറയുന്നത് സുന്നി വിഭാഗങ്ങളാണ്, പക്ഷേ അത് ഇറാനിയൻ പ്രോക്സിയാണ്, ഇറാൻ സ്പോൺസർഡാണ്.
അതുപോലെ തന്നെ ഹൂതികളെയും സൃഷ്ടിച്ചത് ഇറാൻ തന്നെയാണ്. അത് നമ്മുടെ ഹിസ്ബുള്ള യഥാർത്ഥത്തിൽ ഷിയ വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കും. പക്ഷേ അതിന് 1982 ഹിസ്ബുള്ള രൂപീകരിക്കുന്നത് അന്ന് ഇറാനിലെ റവല്യൂഷൻ കഴിഞ്ഞ് ഏതാണ്ട് 3 വർഷങ്ങൾക്കുള്ളിലാണ്. ഏതാണ്ട് 1500ഓളം IRGCയുടെ ഭടന്മാർ അന്ന് സിറിയയുടെ ഭാഗമായ സിറിയ കൈയടക്കിയിരുന്ന ഈസ്റ്റേൺ ലെബനൻ ടെറിട്ടറിയിലാണ് ഈ ഹൂതികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അവരെ ഈ മിലീഷ്യയായിട്ട് രൂപപ്പെടുത്തുന്നതും. അപ്പം ഈ അതിൽ സുന്നി ഷിയ വ്യത്യാസമില്ലാതെ ഇസ്രയേലിനോടുള്ള സമീപനത്തിൽ പൊതുവായി നമ്മൾ നോക്കുമ്പം ഒരു പൊതു സ്വഭാവം കാണാം. മറ്റൊന്ന്, പല അറബി രാജ്യങ്ങളും ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നതിന് ആത്മാർത്ഥമായ സമീപനം സ്വീകരിക്കുന്നില്ല. അതിനൊരു പ്രധാന കാരണം ഈ പാലസ്തീനിയൻ മൂവ്മെൻറ്റിൽ തന്നെ ഉണ്ടായ ഡിവിഷനാണ്. മറ്റൊന്ന്, അറബി ലോകവും ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടവും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഇസ്ലാമിക ശക്തികളാണ്. അതിൽ ഷിയ സുന്നി എന്നുള്ളതല്ല, അന്താരാഷ്ട്ര വിഷയങ്ങളിലെ 2 വിഭാഗത്തിൻ്റെയും നിലപാടുകൾ വ്യത്യസ്തമാണ്. കാരണം അഗ്രസീവായിട്ടുള്ള ആൻറ്റി അമേരിക്കൻ പോസ്റ്ററാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം 79 മുതൽ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും മാത്രമല്ല IRGCയെ അമേരിക്ക ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം അറബി ലോകം അവരുടെ കൊമേഴ്ഷ്യലായിട്ടും ഭൗതികവുമായിട്ടുമുള്ള സാമ്പത്തിക ഇടപാടുകൾക്കുമൊക്കെ തന്നെ അമേരിക്കയുമായിട്ട് സഖ്യം ചേരുക മാത്രമല്ല ആ തരത്തിലുള്ള നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബി ലോകത്തിൻ്റെ പൊതുവായ രീതികളോട് സമന്വയിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ ശൈലിയല്ല ഇറാനിലെ മത നേതൃത്വം സ്വീകരിക്കുന്നത്. സാർ, അതുപോലെ ഒടുവിലായ ഒരു ചോദ്യം കൂടി, അതായത് അമേരിക്കയും ഇസ്രയേലും സ്വപ്നം കണ്ട ഒരു കാര്യം, അതായത് അവിടുത്തെ ഭരണകൂടം ഒരു മാറ്റം ഉണ്ടാകണം, അതിൽ ജനാധിപത്യപരമായ ഒരു ഭരണം അവിടെ ഉണ്ടാകണം. സിറിയയിൽ ഈ ട്രെയിനിങ് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സിറിയയിൽ ബാഷർ അൽ അസദിന് സംഭവിച്ചതുപോലെ അവിടെ ഒരു പതനം ഉണ്ടായതുപോലെ പുതിയൊരു ഭരണകൂടം വന്നതുപോലെ സമാനമായ രീതിയിലൊന്നും ഒരിക്കലും പറയുന്നില്ല, ഇപ്പോഴുള്ള ഭരണകൂടത്തെ അംഗീകരിക്കുന്നുമില്ല. എന്നിരുന്നാൽ പോലും അത്തരത്തിലൊരു ഭരണമാറ്റം അത് ഇനി ഇറാനിൽ സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, ഈ മേഖലയിലെ നിലവിലുള്ള സംഘർഷത്തിന് പരിഹാരം നമുക്ക് നോക്കുമ്പോൾ ഇറാനിലെ ഒരു ഭരണമാറ്റം തീർച്ചയായിട്ടും ഗുണകരമാവും. പക്ഷേ ഇറാനിലെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡിൻ്റെ കയ്യിൽ നിന്ന് ഇറാനെ മോചിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. ഒന്ന്, ഇറാൻ വലിയൊരു രാജ്യമാണ്. ഈ 31 പ്രവിശ്യകളിലും അവരുടെ പ്രത്യേക കമാൻഡുകൾ വളരെ ശക്തമായി അവർ 45 വർഷമായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുമുള്ള സിവിലിയൻ ഒരു മൂവ്മെൻറ്റ് അവിടെ ഉയരാൻ കഴിയും. ഉയരുന്നതിന് മുമ്പ് തന്നെ അതിനെ കൊന്ന് ഒതുക്കുന്ന ഒരു സമീപനമാണ് IRGC സ്വീകരിക്കുന്നത്. അപ്പോൾ ഇറാനിൽ 2 മിലിറ്ററി ഉണ്ട്, ഫോർമൽ മിലിറ്ററി ഉണ്ട്, IRGC ഉണ്ട്. IRGC അലി ഖമേനിയുടെ നിയന്ത്രണത്തിലാണ്, അത് വേറെ മത നേതൃത്വത്തിൻ്റെ കീഴിലാണ്, അവരാണ് പവർഫുൾ. റെഗുലർ ആർമി നമ്മുടെ പോലീസിനെ പോലെ തന്നെ അവർക്ക് കാര്യം സിവിലിയൻ ഭരണത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് IRGCയുടെ കൺട്രോളിൽ നിന്ന് ഇറാനിനെ സിവിലിയൻസ് ഒരു കൗണ്ടർ ഫോഴ്സ്, അതായത് ഒരു ജനാധിപത്യ ഭരണകൂടം അല്ലെങ്കിൽ റബൽ ഭരണകൂടം അവിടെ വരണമെങ്കിൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് IRGCയെ നിന്ന് ഇറാനെ മോചിപ്പിക്കാത്തടത്തോളം കാലം നമ്മൾ ഈ പറയുന്നത് പോലെ ഇറാനിലെ ഭരണം മാറ്റം അത്ര എളുപ്പമല്ല. അപ്പോൾ അമേരിക്ക വിചാരിച്ചതുപോലെയുള്ള കാൽക്കുലേഷൻസ് ഇറാനിൽ നടന്നില്ല. മാത്രമല്ല, ഇന്ന് ട്രംപ് ഇറാൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. അതെ, ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോയിൻറ്റ്സും അദ്ദേഹം പറയുന്ന ഡിമാൻഡുകളും അംഗീകരിക്കാൻ ഇറാനിയൻ ഭരണകൂടം തയ്യാറല്ല. അത് അവരുടെ മത അന്ധതയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റലിസ്റ്റ് ഭരണകൂടം എന്നുള്ള തരത്തിൽ നമ്മൾ ഡിപ്ലോമാറ്റിക് ആയ ഒരു സൊല്യൂഷന് സ്വാഭാവികമായിട്ടും നമ്മളൊരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ വേണമെങ്കിൽ അന്താരാഷ്ട്ര മര്യാദകളെ പാലിക്കുന്ന ഭരണകൂടങ്ങളായിരിക്കണം. ലോകത്തിലെ ഒരു നിയമവും അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ് ഇന്നത്തെ ട്രംപിൻ്റെ അമേരിക്ക. അതാണ് ഒരു ഭാഗത്ത്. അതുപോലെ നമ്മൾ പറയുന്ന മോഡേൺ നയതന്ത്ര ശൈലികളും പരസ്പര ബഹുമാനവും ഒന്നും IRGCക്കും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതായത് ഒരു റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡറിനെ എതിർക്കുന്ന ഇറാനും പ്രോക്സികളും ഒരു ഭാഗത്ത്, ട്രംപിൻ്റെ അമേരിക്ക മറുഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും ലോകത്തിന് തന്നെ അപകടമാണ്. അപ്പം ഞാനതിനെ അമേരിക്കയും പിന്തുണയ്ക്കില്ല, ഇറാനെയും പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ നമ്മളൊരു യുദ്ധരംഗത്തുണ്ടാകുന്ന നാശനഷ്ടങ്ങളും സിവിലിയൻസിനുണ്ടാകുന്ന കഷ്ടപ്പാടുമൊക്കെ അത് വ്യത്യസ്തമായ വിഷയങ്ങളാണ്. പക്ഷേ ഈ 2 ഭരണകൂടങ്ങൾ, അതായത് ഡെത്ത് ഓഫ് USA, ഡെത്ത് ഓഫ് ഇസ്രയേൽ എന്ന് വിശ്വസിക്കുന്ന
ഇറാനിലെ മത നേതൃത്വവും അല്ലെങ്കിൽ അവരുടെ പ്രോക്സികളും 3 പ്രോക്സികളിലും ഇതേ മുദ്രാവാക്യം ഔദ്യോഗികമായ മുദ്രാവാക്യവുമായി നടക്കുന്ന ഒരു ഭാഗത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ ഇതിന് എളുപ്പമല്ല. അതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നമ്മളൊരു അനാലിസിസ് നടത്തുമ്പോൾ നിലവിലുള്ള പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു അമിക്കബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് ഉടനെ എത്താനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ അറബി ലോകത്തിൽ നിന്ന് ആ തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. പക്ഷേ അറബി ലോകത്തിന് ഇറാനിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. ഇറാൻ എന്ന് പറയുന്നത് അത്രയും ദുർബലമായ ഒരു ചെറിയ രാജ്യമല്ല. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇസ്ലാമിക രാജ്യമാണ്. അറബി രാജ്യമല്ല, അതൊരു പേർഷ്യൻ വംശജരാണ്. അപ്പോൾ അത് അത്തരമൊരു ശക്തമായ രാജ്യമായതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല. മാത്രം ആ തരത്തിലുള്ള സുശക്തമായ ഒരു മത മിലിറ്ററി നേതൃത്വവും അവരുടെ പ്രോക്സികളും ഉള്ളതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ ഏതൊരു സംഘർഷവും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഘർഷം ഉണ്ടാകുകയും സമാധാനത്തിൻ്റെ ഏത് ശ്രമങ്ങളും ഈ ഏതെങ്കിലും ഒരു ഘടകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം വിചാരിച്ചു കഴിഞ്ഞാൽ അട്ടിമറിക്കപ്പെടും. അപ്പം ഇസ്രയേൽ നമ്മൾ ക്യാമ്പ് ഡേവിഡ് കരാറിൽ അമേരിക്ക ഇനിഷ്യേറ്റ് ചെയ്തു, അത് വിജയിക്കാതെ വന്നു. ഓസ്ലോ കരാറിൽ വന്നു, അതും വിജയിക്കാതെ വന്നു. അത് കഴിഞ്ഞിട്ട് എബ്രഹാം അക്കോർഡ് വന്നു. അതായത് 78 ക്യാമ്പ് ഡേവിഡ് കരാറിൽ ഇസ്രയേലിനെ മെരിക്കാൻ നടത്തിയ ശ്രമം വിജയിച്ചില്ല, അല്ലെങ്കിൽ അറബി ലോകം അതിനുള്ള പിന്തുണ കൊടുത്തിരുന്നില്ല. പിന്നെ 94 കാലഘട്ടത്തിൽ ഓസ്ലോ പീസ് അക്കോർഡ് നടക്കുമ്പോഴും അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. PLO അംഗീകരിച്ചിട്ടും ഇസ്ലാമിക ലോകം അത് സീരിയസ് ആയിട്ട് എടുക്കാതെ വന്നു. പിന്നീട് നമ്മൾ കാണുന്ന എബ്രഹാം അക്കോർഡും ആ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഒരു എബ്രഹാം അക്കോർഡ് മോഡലിലുള്ള ഒരു സമാധാന എഗ്രിമെൻറ്റിലേക്ക് ഇസ്ലാമിക ലോകവും ഇസ്രയേലും കൂടെ ഒന്നിച്ച് വരികയാണെങ്കിൽ, അതിൽ അമേരിക്കയുടെ മധ്യസ്ഥത ഉണ്ടെങ്കിൽ ഒരുപക്ഷേ ശാശ്വത സമാധാനം ഉണ്ടാകും. പക്ഷേ അതിനുള്ള സാധ്യത വളരെ പരിമിതമാണ്. കാരണം ഇസ്രയേൽ എന്നുള്ള രാജ്യത്തെ അംഗീകരിക്കാൻ ഇറാൻ ഉൾപ്പെടെയുള്ള മത തീവ്രവാദ സ്വഭാവമുള്ള രാജ്യങ്ങളും അവരുടെ പ്രോക്സികളും തയ്യാറല്ലാത്തതുകൊണ്ട് ഈ സംഘർഷം തൽക്കാലം ഒരു ഇടവേള ഉണ്ടായാൽ പോലും ഈ സംഘർഷം പിൽക്കാലത്ത് വീണ്ടും തുടരാൻ തന്നെ സാധ്യത. അത് കൂടുതൽ വ്യാപിച്ചു എന്നുള്ളതാണ് ഈ 2023 ശേഷമുള്ള ഒരു പ്രത്യേകത. അത് ഇസ്രയേൽ അറബ് കോൺഫ്ലിക്റ്റ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഗൾഫിലേക്ക് കൂടെ വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ 6 GCC രാജ്യങ്ങൾ ഇതുവരെ യുദ്ധത്തിൻ്റെ മുന്നിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അവർ യുദ്ധത്തിൻ്റെ ഇരകളായി, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇരകളായി മാറുന്നൊരു സാഹചര്യമുണ്ട്. ഇത് ആ തരത്തിൽ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് പശ്ചിമേഷ്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ സമാധാനത്തിനും പാതയിലേക്ക് വരുന്നതിനും ഒരുപാട് അല്ലെങ്കിൽ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ശരി സാർ, വളരെ വ്യക്തമായി തന്നെ, അതായത് ഇതിന് പിന്നാമ്പുറത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി നിലവിലുള്ള സംഭവവികാസങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോൾ അത് എത്രത്തോളം സങ്കീർണമാണെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. വളരെ നന്ദി പ്രൊഫസർ ഡോക്ടർ കെ ജയപ്രസാദ് സാർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.